നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മോൾക്ക് ലഭിക്കും. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും മോൾക്ക് വന്നു ചേരും. ഇനി ഞാൻ പറയുന്നത് വരെ ആരും ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. ഋതിക മേഡം, വള കിട്ടി. ഈ വള ഋതികയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയണം. സാർ, എനിക്ക് പേടിയാ. പറയുന്നേക്ക് ഇത് അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയണം. സാർ, ഞാൻ പിടിക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന കേട്ടോണം, ഇല്ലെങ്കിൽ അറിയാലോ. മാഡം, വള കിട്ടി. എടി, അയ്യോ, എന്ത് പണിയടി നീ കാണിച്ചേ? വള മോഷ്ടിച്ചത് ആരാണെന്ന് വെറ്റിലെ തെളിയുന്നതിന് മുൻപ് തന്നെ നീ തടഞ്ഞു അല്ലേ? എന്താ അതിനർത്ഥം? എടി, നീ അല്ലേ വള എടുത്തത്? വള മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ വളയും കൊണ്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും തെരഞ്ഞിട്ട് കിട്ടാത്ത വള നീ തെരഞ്ഞപ്പോ മാത്രം എവിടുന്ന് കിട്ടിയിടി? അയ്യോ, സത്യമായിട്ടും വള ഞാനൊന്നും അല്ല എടുത്തത് അംബിക മാഡം. ഋതിക മാഡത്തിന്റെ റൂമിന്റെ പുറത്ത് വെച്ചിരുന്ന ചെടിച്ചട്ടിയുടെ പിന്നിൽ കിടക്കുമായിരുന്നു ഈ വള. നോണ പറയതോടി. ദിവ്യ എന്തിനാ അടിക്കുന്നേ? എന്റെ മുറിയില് ടേബിളിൽ ഞാൻ വെച്ച വള എങ്ങനെ മുറിയുടെ പുറത്ത് വന്നു? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഋതുമോളുടെ മുറിയിലിരുന്ന വള ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മുറിയുടെ പുറത്ത് വരുന്നത്? വേണ്ടേച്ചി, ഇവളോട് ആരാ വള കയ്യിൽ നിന്ന് ഊരാൻ പറഞ്ഞത്? അതാദ്യം ചോദിക്ക്. വിവാഹം കഴിഞ്ഞ് വള കയ്യിൽ നിന്ന് ഊരാവുന്ന ശ്രീകലയും പരമേശ്വരനും അന്നേ പറഞ്ഞതാ. അവരുടെ വാക്കിനും കീഴ്വഴക്കങ്ങൾക്കും എന്തെങ്കിലും വില കൊടുത്തോ ഇവൾ? അല്ല, വള കയ്യിൽ നിന്ന് ഊരേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവളുടെ അശ്രദ്ധ കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചത്. അതിന്റെ യാതൊരു കൂസലുമില്ലാതെ ചേച്ചിയോട് നിന്ന് തർക്കുത്തരം പറയുന്നു. ഇവൾക്ക് കുറച്ച് ബോധം പോലും ഇല്ലേ? വർമ്മ സാറേ, അവരിങ്ങെത്ത സമയായി. ഈ സമയത്ത് ഒരു വഴക്ക് വേണ്ട. വള കിട്ടിയില്ലേ? വർമ്മ സാർ ചെന്ന് അല്പനേരം റെസ്റ്റ് എടുക്ക. ലതിക മേഡം, പോറ്റിക്ക് ദക്ഷിണ കൊടുക്ക. എന്താ പോറ്റി? മോളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന തീരാത്ത പ്രശ്നങ്ങളുടെ ഒരു തിരമാല കൂട്ടമുണ്ട്, അല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മോൾക്ക് ലഭിക്കും. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും മോൾക്ക് വന്നു ചേരും. വരുന്ന മഹാപൗർണമി ദിവസം പൂർണ്ണചന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി നിന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരം മോള് കാണും. എന്തിനേറെ പറയാൻ, മനസ്സിൽ മോള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെപ്പോലും പൂർണ്ണചന്ദ്രനിൽ മോൾക്ക് തെളിഞ്ഞു കാണാനാവും. അങ്ങനെ തെളിയുന്ന മുഖം
ആരുടേതായാലും യാതൊരു കാരണവശാലും ജീവിതത്തിൽ നിന്നും അവരെ അകലെയാക്കരുത്. മോൾക്ക് സന്തോഷവും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. നന്നായി വരും. ശരി പോറ്റി. ശരി രമ്യ മോളെ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഋതികെ, കേട്ടില്ലേ? മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ പൂർണ്ണചന്ദ്രനിൽ കാണാൻ സാധിക്കുമെന്ന്. ആരാ ഋതികെ? ഏറ്റവും കൂടുതൽ ഋതിക സ്നേഹിക്കുന്ന ആള്? ഞാൻ അതല്ല ആലോചിക്കുന്നത്. പോറ്റി മഷി നോക്കിയ സമയത്തെ ദിവ്യ വന്നില്ലായിരുന്നെങ്കിൽ ആരാ എന്റെ വള എടുത്ത് മാറ്റിയതെന്ന് അറിയാൻ പറ്റുമായിരുന്നു. നല്ലൊരു ചാൻസാ മിസ്സായത്. ആ, അത് ശരിയാ. രമ്യ, നമുക്ക് ഇറങ്ങാം. ഋതു, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശ്രീ. ശരി. അവര് വരാറായി. നമുക്ക് ഒരുക്കങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കാം. ശരി രാജു. ഋതു, വാ മോളെ, നമുക്ക് ഒരുങ്ങണ്ടേ? വാ. ഈ വിവാഹം നടന്ന് എനിക്ക് അശ്വിന്റെ ഒപ്പം അമേരിക്കയിലേക്ക് പോവേണ്ടി വരും. പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവില്ല. വിവാഹ തീയതി നിശ്ചയിച്ച് പത്രിക വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. അച്ഛൻ വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കും. വീടിന് മുന്നിൽ വലിയ അലങ്കാര പന്തലൊരുങ്ങും. ദൂരെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തും. മന്ത്രി പ്രതാപവർമ്മയുടെ മകൾ ഋതിക വർമ്മയുടെ വിവാഹമാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും. അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമുണ്ടായെന്ന് വരില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും അച്ഛനെ പിരിഞ്ഞ് ഈ മോൾക്ക് വീട്ടിൽ നിന്ന് എവിടേക്ക് പോവാനാവില്ലെന്നും അശ്വിനോടോ അശ്വിന്റെ വീട്ടുകാരോടോ അല്ല പറയേണ്ടത്. എന്റെ മനസ്സിലുള്ളത് അച്ഛനോട് തന്നെ തുറന്നു പറയണം. ഇനി എന്ത് വന്നാലും ശരി, വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് അച്ഛനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.